മദ്യലഹരിയിൽ ഒരു അപകടം വരുത്തിവെച്ച് ആ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന കുറ്റകരമായ അനാസ്ഥയാണ് അജ്മൽ എന്ന യുവാവും ഇവർക്കൊപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറും ചെയ്തത്. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർ കാവിലെ വാഹനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇരുവരും കുറ്റക്കാരാണെന്ന് കരുതേണ്ടി വരും. നിയമലംഘനം നടത്തിയത് മറക്കാൻ ശ്രമിച്ചതാണ് ഇവർ ഒരു ജീവൻ നഷ്ടമാക്കിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് കുറ്റക്കാർക്കെതിരെ നാട്ടുകാരുടെ രോഷം ഇരമ്പുകയാണ്. മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്യക്ക് കേസെടുത്തു. അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായും വൈദ്യപരിശോധനാ ഫലം. ടയറിനടിയിൽ കുഞ്ഞുമോൾ വീണ് കിടക്കുന്നതിനിടയിൽ വാഹനം മുന്നോട്ടെടുക്കാൻ അജ്മലിനെ പ്രേരിപ്പിച്ചത് യുവതി എന്നാണ് സാക്ഷിമൊഴി. ഈ സാഹചര്യത്തിൽ ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറായ യുവതിയെയും പ്രതി ചേർക്കും. വാഹനമിടിച്ച് വീണ സ്ത്രീ വണ്ടിക്കടിയിൽ കിടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഓടിക്കൂടിയ നാട്ടുകാർക്കിടയിലൂടെ അജ്മൽ വാഹനം മുന്നോട്ട് എടുക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നു. കുതിച്ചു പാഞ്ഞ് വാഹനം 300 മീറ്റർ അകലെ വെച്ച് മറ്റൊരു വാഹനത്തെ ഇടിക്കാനും ശ്രമിച്ചു. വെട്ടിച്ചു മാറ്റിയപ്പോൾ മതിലിടിച്ച് തകർത്തുവെന്നും മുന്നോട്ട് മറ്റ് 2 വാഹനങ്ങളെയും ഇടിച്ചു. കരുനാഗപ്പള്ളിയിൽ വെച്ച് പോസ്റ്റിൽ ഇടിച്ച വാഹനം നിന്നതോടെയും യുവാവും യുവതിയും പുറത്തേക്ക് ഇറങ്ങിയോടി. യുവാവ് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു. യുവതി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി. ഇവിടെ വെച്ചാണ് നാട്ടുകാർ യുവതിയെ പിടികൂടിയത്. വാഹന അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അജ്മലിനൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. അപകടം നടന്നതിന് പിന്നാലെ വണ്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറാണ് പെട്ടെന്ന് വണ്ടി എടുക്കൂ എന്ന് പറഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നു. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ മദ്യപാനം കഴിഞ്ഞ് വരുമ്പോഴാണ് അപകടമുണ്ടായത്. നാട്ടുകാർ ആക്രമിക്കുമോ എന്ന ഭയന്നാണ് മുന്നോട്ട് വാഹനം എടുത്തു പോയത് എന്നാണ് പ്രതി അജ്മലിന്റെ മൊഴി. അജ്മലിന് ലഹരി വസ്തു വിറ്റതിന് നേരത്തെയും കേസുണ്ട്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വെച്ചാണ് യുവ ഡോക്ടറെ അജ്മൽ പരിചയപ്പെടുന്നത് എന്നാണ് വനിതാ ഡോക്ടറുടെ മൊഴി. അപകടം നടന്ന ദിവസം ഇരുവരും കാറിൽ കറങ്ങി സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് പാർട്ടിയിൽ പങ്കെടുത്ത് മദ്യപിച്ചു. അതിനുശേഷമാണ് അപകടമുണ്ടായത്. തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ അജ്മൽ കൈവശപ്പെടുത്തിയെന്ന് ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറുടെ മൊഴി. കരുനാഗപ്പള്ളിയിലെ വലിയത്ത് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ജൂനിയർ ഡോക്ടറാണ് ശ്രീ.